വളരെയേറെ അഭിമാനത്തോടു കൂടി തന്നെ തൈക്കൊണ്ടു 26ാമത് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഇവിടെ ഇന്നലെ മുതൽ ആരംഭം കുറിച്ചു. ഏതായാലും സ്പോർട്സ് കൗൺസിലുമായി അങ്ങേയറ്റം സഹകരിച്ച് പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളിൽപ്പെട്ട ഒരു അസോസിയേഷനാണ് തൈക്കൊണ്ടോ എന്ന് ഞാൻ ആദ്യമായി ഇവിടെ പറയുകയാണ്. നല്ല രീതിയിൽ നടത്തുന്നു. കാരണം ഞാനിത് ഒന്ന് ഉറപ്പിച്ച് പറയുന്നത് പല അസോസിയേഷനും അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മുംസയെ കൂടി സ്പോർട്സ് കൗൺസിൽ അംഗീകരിക്കണം എന്നുള്ളത്. വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും ഇപ്പോൾ അത് സർഫലി സാർ വന്നതിന് ശേഷമാണ് അത് ഈ വർഷം അംഗീകരിച്ച് കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുകയും ഈ കുട്ടികളെല്ലാം നാളെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ താരങ്ങളായിട്ട് മാറണം. മാതൃകാപരമായ രീതിയിൽ തികഞ്ഞ അച്ചടക്കത്തോടു കൂടി ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടത്താൻ മുന്നോട്ട് വന്ന തൈക്കൊണ്ടോ അസോസിയേഷനെയും ഓർഗനൈസിംഗ് കമ്മിറ്റിയെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം കാര്യം, ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മെഡൽ നേടുന്നവർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഈ വരാൻ പോകുന്ന ദേശീയ ഗെയിംസിൽ യോഗ്യത നേടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടത്തുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള 50ഓളം വരുന്ന കായിക ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ കായിക ഇനങ്ങൾ സജീവമായി നിലനിൽക്കുന്ന പ്രദേശമാണ് കോഴിക്കോട്. തൈക്കൊണ്ടോ അസോസിയേഷൻ എങ്ങനെയാണ് കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. 50ഓളം കായിക സംഘടനകളിൽ മികവുറ്റ ഒരു സംഘടനയായി മാറുവാനുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 25 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിമ്പിക്സിൽ, ഏഷ്യൻ ഗെയിംസിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ, നാഷണൽ ഗെയിംസുകളിൽ നമ്മുടെ ശബ്ദം, ശക്തി വളരെ നന്നായിട്ട് ഉയരണം. അതിന് ഏറ്റവും നല്ല അടിസ്ഥാന പാഠമാണ് ടൈക്വോണ്ടോ എന്ന് പറയുന്ന ഈ മത്സര ഇനം എന്ന് പറയുന്നത്.